കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. മാർക്കണ്ഡേയ പുരാണ വിരചിതമായ ശ്രീ ഭദ്രകാളി അഷ്ടകം. സാഡോപദുർജന കുലാനി നിബർഹയന്തി സാധൂനമേയ മഹിമ പരിപാലയന്തി. വേദോ ഹരീശമുഖ സർവസു പർവതേജഃ പുംജായിദാ ജയതി സാ ഖലു ഭദ്രകാളീ. ദൈത്യാദമേ വിധിവരാദജിതാദ്യവധ്യേ ലോകേശ്വരാനഭിവിനന്ദതി സാവലേപം. ക്രോധജ്വലദ്ഭവലലാഡ്യദൃശോധി ഭീമാ യാ ഭൂതശേഷഭുവനം കിമു സംജിഹീർഷുഃ. ദംഷ്ട്രോത്കടൈ ശിഖിദൃഗുജ്വല ഫാലദേശൈ ആസേർഭുജൈശ്ച ധൃതശസ്ത്രഗണൈരസംഖ്യൈഃ. മൂർത്താഞ്ജനാദ്രിനിഭയാജ മഹോഗ്രരൂപാ ശംഭോരലക്ഷിജപുര പരുഷാട്ടഹാസഃ. ത്രസ്താമുമാം ച നയനത്രയ ചാരുഭൂഷാ ശസ്ത്രാഢ്യ ഷോഡശഭുജം ശശിഖണ്ഡചൂഡം. ദംഷ്ട്രാച്ച ദുഷ്ടയ മനോജ്ഞമുഖം ച സൗമ്യം ഗാത്രം ദദത്യരമവന്ദദ സാവധാനഃ. ശ്രീകണ്ഠദത്ത സകലാസ്ത്രയായുധാതിരുഹ്യ വേതാളികാഗളതലം സഹ മാതൃഭിര്യാ ഭൂതൗഖനുന്നപടഹധ്വനി കമ്പിദാശം ഗത്വാശുദാരുഗമദാഹ്വയദാഹവായാം. ഹത്വാദദം സമരമൂർധിനി സന്നിവൃത്ത ശക്രാദിഭിഃ പരിവൃത വിബുധൈസ്തുവദ്ഭിഃ. കൈലാസമെത്യശിതികണ്ഠമവന്ദദാശു താതപ്രിയം കിമപരം കരവൈത്തവേതി. കാര്യം കൃതം സുഗമദോ നിവസത്വമത്ര മത്തുല്യഭൂരിരഥവാധരണീമുപേദാ. ഭൂതാദിഭിഃ പരിവൃത പരിപാലയന്തി മർത്യാനഭീഷ്ടവരദ വിജയസ്വഭദ്രേ. കാലാരിണൈവ മുദോദിത പക്ഷപാദ ഭൂമാവിഹാംബരതലാദവതീര്യ സദ്യഃ. ക്ഷേത്രേഷു ഭൂരിഷു കൃതസ്ഥിതിരാധനോതു സാ നഃ ശിവം സുജന കാമിത കൽപ്പവല്ലീം. മാർക്കണ്ഡേയ പുരാണമുക്തമിദം കാളീ സമുദ്ഭവം നിത്യം പഠതി യോ ഭക്ത്യാ സ ദേവീ ലോകമവാപ്നുയാത്. ഹരേ കൃഷ്ണ. ഈ ഭദ്രകാളി അഷ്ടകം മാർക്കണ്ഡേയ പുരാണത്തിൽ നിന്ന് എടുത്തതാണ്. ഈ ഭദ്രകാളി അഷ്ടകം ദിവസവും ജപിക്കുന്നത് നമ്മുടെ ശത്രുദോഷമകലാൻ നല്ലതാണെന്നാണ് പറയുന്നത്. നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ്. അപ്പോൾ ഈ ദേവിയുടെ ഈ അഷ്ടകം ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ എല്ലാ എന്തെങ്കിലും കോപവും വൈരാഗ്യവും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നീങ്ങിപ്പോകും. പിന്നെ അല്ലാതെ നമുക്ക് എന്തെങ്കിലും ശത്രുത ആർക്കെങ്കിലും നമ്മളോടുണ്ടെങ്കിലും അതും നീങ്ങിപ്പോകുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഇതിൻ്റെ അർത്ഥം ഒന്നിച്ച് ഞാൻ പറയാം. ആദ്യം ഞാനിത് ഓരോ ശ്ലോകമായിട്ട് ജപിച്ചിട്ടിട്ടുണ്ടായിരുന്നു, അർത്ഥവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ലോകദ്രോഹികളായ അസുരന്മാരെ നിശേഷം നിഗ്രഹിക്കുന്നവളും സജ്ജനങ്ങളെ സദാ പരിപാലിക്കുന്നവളും ബ്രഹ്മാദികളായ സകല ദേവന്മാരുടെയും തേജസ് ഒന്നിച്ചു ചേർന്നാലെന്ന പോലെ ശോഭിക്കുന്നവളുമായ ആ ഭദ്രകാളി ദേവി സദാ വിജയിക്കുന്നു. രണ്ടാമത്തെ ശ്ലോകം: ദാരുകൻ എന്ന അസുരരാജാവ് ബ്രഹ്മവരത്താൽ ത്രിമൂർത്തികൾക്ക് പോലും അവധ്യനായി ത്രൈലോക്യത്തെ മുഴുവൻ ബാധിച്ചപ്പോൾ ലോകരക്ഷയ്ക്കായി കോപിച്ച പരമശിവന്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്ന് മൂവുലകം ഒന്നിച്ച് പെട്ടെന്ന് സംഹരിക്കാനാണോ എന്ന് തോന്നും വിധം അത്ര ഭയങ്കര രൂപത്തിൽ ദേവി ഭദ്രകാളി ആവിർഭവിച്ചു. മൂന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം: അതിഭയാനകങ്ങളായ അനേകം ദ്രംഷ്ടകളോട് കൂടിയ അനേകം മുഖങ്ങളും അതികരാളങ്ങളായ പലതരം ആയുധങ്ങളേന്ത്യ അസംഖ്യം കൈകളും ധരിച്ച്
അഞ്ജനപർവ്വതം പോലെ വലുതായ ആ ഭദ്രകാളി ദേവി ദിക്കുകൾ എട്ടും പൊട്ടുന്ന അട്ടഹാസത്തോടെ പരമശിവന്റെ മുമ്പിൽ കാണപ്പെട്ടു. 4-ാമത്തെ ശ്ലോകം. ഈ രൂപത്താലും അട്ടഹാസത്താലും ഭയത്തോടെ നിൽക്കുന്ന പാർവതി പരമേശ്വരന്മാരെ ദേവി വേഗത്തിൽ വെറും ഷോഡശഭുജങ്ങളോടുകൂടിയതും 4 ദ്രംഷ്ടകളാൽ അതിമനോഹരവും അത്യന്തം സൗമ്യവുമായ രൂപമാർന്ന് പ്രണമിച്ചു. ദേവിയുടെ രൂപം കണ്ടിട്ട് എല്ലാ ദേവന്മാരും അതിയായി പേടിച്ചു പോയി. അപ്പോൾ ദേവി സൗമ്യമായ ഒരു രൂപമെടുത്ത് അവരെയെല്ലാം പ്രണമിച്ചു. ആ ഭദ്രകാളി ദേവി നമ്മളെ ഏവരെയും എപ്പോഴും പരിപാലിക്കട്ടെ. ഉടനെ ദേവി പരമശിവൻ കൊടുത്ത ആയുധങ്ങൾ ധരിച്ച് വേതാളത്തിന്റെ കഴുത്തിലേറി മറ്റു മാതൃഗണങ്ങളുമൊത്ത് ഭൂതഗണങ്ങളാൽ അടിക്കപ്പെടുന്ന പെരുമ്പരഘോഷം കൊണ്ട് ദിക്കെല്ലാം വിറപ്പിച്ചുകൊണ്ട് ചെന്ന് ദാരുകനെ യുദ്ധത്തിന് വിളിച്ചു. അതിഭയങ്കര യുദ്ധത്തിൽ ദേവി ദാരുകനെ നിഗ്രഹിച്ച് ഇന്ദ്രാദി ദേവന്മാരാൽ ചുറ്റും നിന്ന് സ്തുതിക്കപ്പെടുന്നവളായി തിരിച്ച് കൈലാസത്തിലെത്തി. എന്നിട്ട് അച്ഛാ, ഞാൻ എന്താണിനി അവിടത്തേക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് പരമശിവനെ വണങ്ങി. ദുഷ്ടനിഗ്രഹമാകുന്ന എൻ്റെ മനോരഥം നീ സാധിപ്പിച്ചു. ഇനി ഗണങ്ങളൊത്ത് എന്നോട് തുല്യമായ ഐശ്വര്യങ്ങളോടുകൂടി ഇവിടെ താമസിക്കാം. അല്ലെങ്കിൽ ഭൂമിയിൽ ചെന്ന് മനുഷ്യർക്ക് സർവ ആഗ്രഹങ്ങളും കൊടുത്ത് അവരെ കാത്തിരക്ഷിച്ചുകൊണ്ട് വിജയിച്ചാലും എന്ന് പരമശിവൻ പറഞ്ഞു. പരമശിവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ മനുഷ്യരിൽ അധികവും അലിവാർന്ന ദേവി പെട്ടെന്ന് തന്നെ ഭൂമിയിലെത്തി പുണ്യക്ഷേത്രങ്ങളിൽ കുടികൊണ്ട് സജ്ജനങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കുന്ന ദേവിയായിട്ട് കുടികൊണ്ടു. അങ്ങനെ ആ ഭദ്രകാളി ദേവി നമുക്ക് ഏവർക്കും സർവമംഗളങ്ങളും അരുളട്ടെ എന്ന് പറയുകയാണ് ഈ ഒരു ഭദ്രകാളി അഷ്ടകത്തിൽ. ഈ ഭദ്രകാളി അഷ്ടകം ദിവസവും ആര് ജപിക്കുന്നുവോ അവർക്ക് ദേവീ ലോകം പ്രാപിക്കുകയും ഈ ഒരു സംസാര സാഗരത്തിൽ നിന്ന് മുക്തി നേടാനാകുകയും നമ്മുടെ എല്ലാവിധ ദുഃഖങ്ങളും മാറ്റി നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും കൈവരുമെന്ന് ആചാര്യന്മാർ പറയുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഭദ്രകാളി അഷ്ടകം ജപിക്കുക. ഞാൻ ഇതിൻ്റെ കൂടെ ഇത് എഴുതിയിടുകയും ചെയ്യാം. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഭദ്രകാളിയൈ നമഃ.